ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ എണീറ്റപ്പോൾ കുറച്ച് വൈകി, 7 മണിയായി. ഇന്ന് വെസലിലെ അറൈവലാണ് അർജൻറ്റീനയിൽ. സോ ബ്രിഡ്ജിലേക്ക് പോട്ടെ, ബ്രിഡ്ജിൽ കാണാം. ഇപ്പോൾ ഗൈസ് രാവിലെ തന്നെ ബ്രിഡ്ജിലെത്തി. ബ്രിഡ്ജ് വന്നപ്പോൾ തന്നെ പൈലറ്റ് ഉണ്ടായിരുന്നു ഓൾറെഡി ഓൺ ബോർഡിൽ. അങ്ങനെ ഇതൊരു ചെറിയൊരു ലോങ് വോയേജ് ആയിരുന്നു. അത് ഇപ്പോൾ എത്തി അർജൻറ്റീനയിൽ. അങ്ങനെ ഷിപ്പ് പോർട്ടിലെത്തി. ഒരു 8:39 ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഷിപ്പ് ബെർത്ത് ചെയ്തു. അർജൻറ്റീനയിലെ ബഹിയ ബ്ലാങ്ക എന്ന് പറഞ്ഞൊരു പോർട്ടിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഷിപ്പ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ബെർത്തിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ തൊട്ടടുത്തൊരു ടാങ്കർ വെസലും കൂടെ ബെർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു, ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇതൊരു മോസ്കിൻ്റെ ഒരു ടാങ്കർ വെസലാണ്. ഈ ഷിപ്പ് കൊണ്ടുവരുന്ന പോലെയാണ് എല്ലാ പോർട്ടിലേക്കും ഓരോ ഷിപ്പ് വരുമ്പോഴും പോർട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. 2 ടഗ് അതിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു ടഗ് ബോട്ട് എന്ന് പറഞ്ഞാൽ അത് ഷിപ്പിൻ്റെ ഫ്രണ്ടിലും പുറകിലും കാണുന്ന ഷിപ്പിനെ വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ബോട്ടിനെയാണ് ടഗ് വെസൽ എന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും ഡ്യൂട്ടിയിലേക്ക് കണ്ടിന്യൂ ആയി. പോർട്ട് അതോറിറ്റീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോയി, സർവേ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഡ്യൂട്ടി കഴിയാറായി. അങ്ങനെ 12 മണി ആയപ്പോൾ തന്നെ ഞാൻ ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് എങ്ങോട്ട് പോകണം എന്നൊന്നും ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും നേരെ പുറത്തേക്ക് ഇറങ്ങുക, എന്നിട്ട് അങ്ങ് നടക്കുക. അതാണ് സ്ഥിരം ചെയ്യാറ് പതിവ്. ചിലപ്പോൾ എന്തെങ്കിലും ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ഥലങ്ങളോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ അതിനെ ലക്ഷ്യം വെച്ച് തന്നെ മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തിറങ്ങി എവിടെയെങ്കിലേക്കൊന്ന് ചുറ്റിക്കറങ്ങി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു വരും. അതാണ് പതിവ്. അതുപോലെ തന്നെ ജാതി ഇപ്പം പിന്നെയും ഞങ്ങൾ ഇതുപോലെ ഒന്ന് പുറത്തിറങ്ങി. കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ. ഞങ്ങളങ്ങനെ ഇറങ്ങി പയ്യെ ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് പയ്യെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയ ആദ്യം ഒന്ന് അവിടുത്തെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, മനസ്സിലാക്കിയെടുക്കുക. ആരോടെങ്കിലൊക്കെ ചോദിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഷിപ്പിൽ വരുന്ന ഏജൻസിനോടും അല്ലെങ്കിൽ അങ്ങനെ ആരോടെങ്കിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുക. ഇവിടെ അതുപോലെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പോർട്ടിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളാണ്. മീൻസ് അവിടുത്തെ എന്താ പറയുക, കുറച്ചൊരു മാഫിയ സെറ്റപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലത്തെ ഒരു ഇതാണ്. ചിലപ്പോൾ നമ്മളെ ലൂട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ അങ്ങോട്ടൊക്കെ പോയില്ല. കുറച്ചുകൂടി വനക്കമുള്ള സ്ഥലമൊക്കെ നോക്കി ഞങ്ങൾ പയ്യമെല്ലാം നടക്കാൻ തുടങ്ങി. പൊതുവേ ഇവിടെ അർജൻറ്റീനയിലെത്തിയപ്പോൾ ഒരു ഡേ ടൈമിൽ അത്ര അങ്ങനെ ആരെയും കാണാനൊന്നുമില്ല. ഇവിടെ ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ്സും അതുപോലെ ഷോപ്പ് കാര്യങ്ങളെല്ലാം ഒന്ന് ഓപ്പണായി വരുമ്പോൾ തന്നെ ഈവനിങ് ടൈമിലാണ്. ഒരു ആഫ്റ്റർ 5 അല്ലെങ്കിൽ 6 ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ കൂടുതലും ഒരു ഓപ്പണായി അല്ലെങ്കിൽ കുറച്ചൊരു തിരക്കാവുന്ന സമയങ്ങളെന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയമാണ്. സോ പകൽ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ എല്ലാ വീടുകളും അതുപോലെ തന്നെ ഷോപ്പ് കാര്യങ്ങൾ എല്ലാം തന്നെ ക്ലോസ്ഡ് ആയിരുന്നു. കൂടുതലും വളരെ അപൂർവമായിരുന്നു. അപ്പോൾ നടന്ന് ഞങ്ങൾ പോയപ്പോഴാണ് ഒരു ഷോപ്പിംഗ് മോളും അല്ലെങ്കിൽ ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്ററൊക്കെ ഞങ്ങൾ കണ്ടതും കുറച്ചൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ഷോപ്പ് ചെയ്തു. പിന്നെ കുറച്ചുകൂടെ സിറ്റി സെൻറ്ററിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നത്. അങ്ങനെ അതുപോലെ നടന്ന് ചെല്ലുമ്പോൾ ഇതുപോലത്തെ ഒരു നല്ല നല്ല വീടുകൾ. കുറേ ദൂരം ഞങ്ങൾ നടന്നു കേട്ടോ, ഒരുപാട് നടന്നതിന് ശേഷമാണ് പിന്നെ ഒന്നും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഊബർ എടുത്ത് നമുക്ക് കുറച്ചുകൂടെ സിറ്റി സെൻറ്ററിലേക്ക് പോകാമെന്ന് കരുതി ഒരു ഊബറൊക്കെ എടുത്ത് പയ്യെ സിറ്റി സെൻറ്ററിലേക്ക് പോയി. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, ഒരു 12-15 കിലോമീറ്റേഴ്സ് അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് എത്തിയിടത്തുനിന്ന് പിന്നെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അത്യാവശ്യം ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി ഒരു മോളിലേക്കാണ് ഞങ്ങൾക്ക് ആദ്യം പോകാനുണ്ടായിരുന്നത്. അങ്ങനെ പോയിയാണ് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഞാൻ ഇതിനു മുന്നേ വന്നിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഇത്. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ അടുത്തടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കഴിഞ്ഞ ഷിപ്പിലും ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സെയിം ഏരിയയിലാണ്, മീൻസ് വേറൊരു പോർട്ടിൽ നിന്നാണ് പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് പിന്നീടാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. പിന്നെ എനിക്ക് കുറച്ചുകൂടി ഐഡിയ ആയി എവിടെ പോകണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ. പിന്നെ ഞാൻ പയ്യെ ഊബറിലെ ചേട്ടനോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആളെന്നെ അവിടെ തന്നെ കറക്റ്റായിട്ട് കൊണ്ടുവിട്ടു കേട്ടോ. ഈ ഒരു സ്ഥലത്ത് അത്യാവശ്യം നമുക്ക് ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ പർച്ചേസും ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഈവനിങ് വാക്കിനൊക്കെ ബെസ്റ്റാണ്. മീൻസ് നല്ല രസമാണ്, ഒരു പ്രത്യേക ഒരു വൈബാണ് ഇതിൽ നടക്കുമ്പോഴൊക്കെ. കഴിഞ്ഞ തവണ ഞാനിത് ഫീൽ ചെയ്താണ് സെയിം. നല്ല രസമുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഞങ്ങളുടെ ഷോപ്പിംഗ് മോളിലെത്തി. ബഹിയ ബ്ലാങ്ക ഷോപ്പിംഗ് പ്ലാസ അത്യാവശ്യം വലിയൊരു ഷോപ്പിംഗ് മോളായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഒട്ടും സമയം വൈകാതെ ഉള്ളിലേക്ക് കയറി അത്യാവശ്യം ഞങ്ങളുടെ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അത്യാവശ്യം ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കറൻസി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നേരെ ഇറങ്ങി അങ്ങ് നടന്നു. പിന്നെ ഒരു ഊബർ എടുത്തു. അതുപോലെ തന്നെ ഞങ്ങൾ നേരെ മോളിലെത്തി. പക്ഷേ അത് കറൻസി ചേഞ്ച് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ കറൻസി കിട്ടാത്തതുകൊണ്ടും പിന്നെ ഞാൻ എൻ്റെ ATM കാർഡ് വെച്ച് തന്നെ കുറച്ച് ക്യാഷ് എടുക്കാമെന്ന് വെച്ചു. ആക്ച്വലി നമ്മളങ്ങനെ ക്യാഷ് എടുക്കുമ്പോൾ ശരിക്കും ടാക്സ് കുറച്ച് അധികം കട്ടാവും. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ പിന്നെ കുറച്ച് ക്യാഷ് അവിടെ നിന്ന് എടുത്തു. എന്നിട്ട് അത്യാവശ്യം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ തിരിച്ച് ഊബറിന് പോകാനും മീൻസ് അല്ലെങ്കിൽ വേറൊരു ടാക്സി എടുക്കണമെങ്കിലൊക്കെ വെച്ചിട്ട് കുറച്ച് അധികം ക്യാഷ് എടുത്തു. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി ഈവനിങ് പ്രോഗ്രാം എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഇനി റൊസാരിയോ അടുത്ത് പോവാം എന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ പയ്യെ മുന്നോട്ട് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് അധികം ഉണ്ട് റൊസാരിയോയ്ക്ക്. പക്ഷേ എന്നാലും ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് റൊസാരിയോക്ക്. അപ്പം അത്യാവശ്യം നല്ല എന്താ പറയുക ഈവനിങ് ഒക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് റൊസാരിയോ. അപ്പോൾ അങ്ങനെ പയ്യൊരു ഊബറൊക്കെ എടുത്ത് നേരെ റൊസാരിയോയ്ക്ക് പോയി. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈവനിങ് ടൈമാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ആണെങ്കിലും പീപ്പിൾസൊക്കെ ആണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നതും അതുപോലെ ഒന്ന് ക്രൗഡ് ആവുന്നതൊക്കെ ഈവനിങ് ടൈമിലാണ്. ഡേ ടൈമിലൊക്കെ എവിടെ നോക്കിയാലും ആരെയും കാണാനൊന്നും ഉണ്ടാവില്ല. ഈവനിങ് ടൈമൊക്കെ ഫുൾ ഓണാണ് എല്ലായിടത്തും. ഈവൻ റെസ്റ്റോറൻറ്റ്സ് പോലും ഒരു 7 to 8 ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു റെസ്റ്റോറൻറ്റ്സ് വരെയൊക്കെ ഓപ്പൺ ആവുന്നത്. അത് ടിൽ മോർണിംഗ് ഒരു 3-4 o'clock വരെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ റൊസാരിയൊക്കെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടടുത്തൊരു ഓപ്പൺ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ മെല്ലെ അങ്ങോട്ട് കയറി. അങ്ങനെ ചെറിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പയ്യെ ഞങ്ങൾ നേരെ ഷിപ്പിലേക്ക് തിരിച്ചു പോകുന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസൊന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം രാവിലെ തന്നെ ഷിപ്പ് ഡിപ്പാർച്ചറായി ഏർലി മോർണിംഗ് തന്നെ. അപ്പോൾ ഈ തവണ ബൈ പറഞ്ഞ് അർജൻറ്റീനയിൽ നിന്ന് ഞങ്ങളിത് ഇറങ്ങുവാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇനി ബ്രസീലാണ്. പരനഗുവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു അധികം ദിവസമില്ല, 4 days വോയേജേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അവിടെ ഡിസ്ചാർജിന് വേണ്ടി പോവാണ്. ബാർലിയാണ് ഇപ്രാവശ്യം ലോഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 43,000 മെട്രിക് ടണ്ണാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് അർജൻറ്റീനയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ബ്രസീലിലെ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.